ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യേ. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? എൻ്റെ ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ആ, ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് 2D ടൂൾസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? 2D ടൂൾസ്. 2D ടൂൾസ്. അപ്പോൾ അതിന്റെ ബാക്കി നോക്കാം. നമ്മളിപ്പോ ഇവിടം വരെ ഫിലിറ്റ് വരെ നോക്കി. ഇനി നമുക്കുള്ളത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. ഞാൻ നോക്കി ഏതെങ്കിലും പ്ലെയിൻ സെലക്ട് ചെയ്തു, സ്കെച്ച് കൊടുത്തു, എന്നിട്ട് ഇവിടെ ടെക്സ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് വരും. ഞാനിപ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. സോളിഡ് വർക്ക്സ്. ചുമ്മാ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഓക്കെ, ആ ടെക്സ്റ്റ് ഇവിടെ കാണാം. അത് ഡബിൾ ക്ലിക്ക് അല്ല, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം. അതിൻ്റെ ഒരു ബോൾഡ് ആക്കണമെങ്കിൽ ആക്കാം, ഇറ്റാലിക്സ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ഡോക്യുമെന്റ് ഫോണ്ട് ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്റ്റൈല് മാറ്റാം, അതിൻ്റെ സൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇനി ഒന്ന് ചെറിയൊരു കമ്പനി ലോഗോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. അതിനെ ചെറിയ എക്സ്ട്രൂഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ 3D ആക്കി മാറ്റാം. അങ്ങനത്തെ പരിപാടിയൊക്കെ നമുക്ക് ഈ ടെക്സ്റ്റ് കൊണ്ട് പറ്റും. 3D ആക്കി മാറ്റുന്ന ടൂൾസിലേക്ക് നമ്മൾ വന്നിട്ടില്ല. നമുക്ക് ആദ്യം 2D പഠിക്കാം. ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഏത് വരയ്ക്കണമെങ്കിലും ആദ്യം 2D വേണം. ആ 2D വേണം 3Dയിലേക്ക് ആവാൻ. ഓക്കെ, അപ്പോൾ അതാണ് ടെക്സ്റ്റ് ചെയ്യുന്ന രീതി. ഒന്നുകൂടെ കാണിക്കാം. ഫയൽ, ന്യൂ. ഓക്കെ, നമുക്ക് വരയ്ക്കാനുള്ള പ്ലെയിൻ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, സ്കെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം നോക്കി നമ്മുടെ കൺഫർമേഷൻ കോർണർ ഉണ്ട്, നമ്മുടെ ഒറിജിൻ കാണിച്ചു, സ്കെച്ച് 1 കാണിച്ചു. സ്കെച്ചിങ് ടാബിലാണ്, എക്സിറ്റ് സ്കെച്ച് വേണമെങ്കിൽ ചെയ്യാം. ടെക്സ്റ്റ്. ഓക്കെ, ഇനി ടെക്സ്റ്റ് തന്നെ നമുക്ക് ഒരു പ്രത്യേക രീതിയിലൊക്കെ വേണമെന്നിരിക്കട്ടെ, ഒരു ആർക്കിനെയൊക്കെ ഫോളോ ചെയ്ത് വേണമെന്നിരിക്കട്ടെ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കേർവ്സിനകത്ത് പോയിട്ട് ഈ കർവ് ക്ലിക്ക് ചെയ്താൽ മതി, ആ കർവിൽ വരും. അത് എങ്ങനെ ജസ്റ്റിഫിക്കേഷനും അലൈൻമെന്റ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ വന്നോളൂ. ഓക്കെ, അങ്ങനെ 2-3 രീതിയിൽ നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് വരുന്നത് പോകും. അത് പോകും, അത് പോകും, അത് പോകും. ആർക്ക് വേണം, ആർക്കും റെഫറൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുമല്ലേ. അപ്പൊ ആർക്കിന് റെഫറൻസ് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു സാധനത്തിന് റെഫറൻസ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതിനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സോൾഡ് വർക്ക്സ് അത് അങ്ങനെ ഒരു സാധനം ഇല്ല. അങ്ങനെ സാധനം ആ ഡിസൈൻ ട്രീയിൽ നിന്ന് തന്നെ പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റെഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു രീതിയിലും. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം. ഇല്ല, ആർക്കും ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ റെഫറൻസ് ലൈനാക്കി മാറ്റാം, ഇതേപോലെ ഡോട്ടർ ലൈനാക്കി മാറ്റാം. ഓക്കെ, സാധാരണ യൂഷ്വലി അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്തിനൊക്കെ ഒരു സാധനത്തിന് റെഫറൻസ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞാൽ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ കേസിൽ നമുക്ക് നോക്കി നോക്കാം. ആ, ടെക്സ്റ്റിന്റെ കേസിൽ കുഴപ്പമാണ് കേട്ടോ, വാർണിംഗ് ഒക്കെ വന്നത് കേട്ടോ. സ്കെച്ച് ടെക്സ്റ്റ് അപ്ഡേറ്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞ് വന്നത് കേട്ടോ. അപ്ഡേറ്റ് ഫെയിൽ ആവാൻ കാരണം നമ്മളത് കളഞ്ഞ കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ടൂൾസ് ആയി. ഇത്രയും ടൂൾസ് കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ 2D സ്കെച്ച്, ഇനി നമ്മൾ വർക്ക് പ്രാക്ടീസ് വർക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ചെറിയ ചെറിയ 2D സ്കെച്ചുകൾ നമുക്ക് വരച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെറിയ ഡ്രോയിങ്സ് എടുക്കണേ. ആദ്യം തന്നെ അതിനൊരു ചെറിയ ഫിഗർ നോക്കാം. ഇതൊരു ചെറിയൊരു ഫിഗർ നമുക്ക് നോക്കാം. ഞാൻ രണ്ടും കൂടെ ഒരു സ്ക്രീനിൽ ഒന്ന് വെക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈസ് കുഴപ്പമാണെന്ന് തോന്നുവാണെങ്കിൽ പറയണം. ഇതിൽ സോൾഡ് വർക്സോ അല്ലെങ്കിൽ ജോമെട്രിയോ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയണേ. രണ്ടും കുഴപ്പമില്ല, കാണാലോ. ഓക്കെ,
ഇപ്പൊ ഇത് വരയ്ക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും വരച്ച് തുടങ്ങാൻ നേരത്ത് യൂഷ്വലി നമ്മൾ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തു, സ്കെച്ച് കൊടുത്തു, ആക്സസ് വന്നു, എല്ലാ സാധനങ്ങളും കണ്ടു. ഞാനൊരു റെഫറൻസ് ലൈൻ അങ്ങ് ആദ്യമേ വരച്ചേക്കാം. ഇതൊരു പ്രാക്ടീസ് ആക്കിക്കോ, റെഫറൻസ് ലൈൻ വരയ്ക്കുന്നത് അത് നല്ലൊരു പ്രാക്ടീസാണ്. നിങ്ങൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കുറച്ച് എക്സ്പേർട്സ് ആയി കഴിയാൻ നേരത്ത് ഈ പ്രാക്ടീസ് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിന്റെ ആവശ്യം വരില്ല, അല്ലാതെ തന്നെ നമ്മൾ എടുത്ത് വരയ്ക്കാൻ നമുക്ക് ചിലപ്പം യൂസ്ഡ് ആവും. അതുവരെ ഒന്ന് നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ്വെയർ നിൽക്കുന്നവിടം വരെ ഇതൊന്ന് ശീലിച്ചോ. ഇനി നമുക്ക് ഇത് തുടങ്ങാൻ നേരത്ത് എപ്പോഴും ഒരു ഒരു തമ്പ് റൂള് പോലെ ഓർക്കാൻ വേണ്ടി ഒരു സാധനം നമ്മൾ പറയാം. നമ്മൾ എപ്പോൾ ചെയ്യാൻ നേരത്തും മാക്സിമം ഡയമെൻഷൻസ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വിച്ച് പോയിന്റ് ആണ് പറഞ്ഞേക്കണേ നോക്കുക, അതിനെ ഒറിജിനലിലേക്ക് കോയിൻസൈഡ് ചെയ്യുക. ഇതൊരു റൂളൊന്നുമല്ല, നമുക്ക് പല രീതിയിൽ വരയ്ക്കാം. ഞാനൊരു ജസ്റ്റ് ഒരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. കാരണം എനിക്ക് ബി പോയിന്റ് എനിക്ക് ഒറിജിനലിൽ കൊണ്ടുവരാം, വേണം സെന്റർ പോയിന്റ് ഒറിജിനൽ കൊണ്ടുവരാം. അതിൽ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത് സെന്റർ പോയിന്റ് ഒറിജിനൽ കൊണ്ടുവരുന്ന. അതുകൊണ്ട് സെന്റർ പോയിന്റ് ഞാൻ ഇവിടെ ഒറിജിനൽ കൊണ്ടുവന്നു. ഫസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ട് സ്മാർട്ട് ഡയമെൻഷനിൽ പോവുക. അതിന്റെ റേഡിയസ് ആണ് 20, അപ്പൊ ഡയമീറ്റർ 40. ഇനി അടുത്തത് 35. അത് റേഡിയസ് ആണ് 35, അപ്പൊ ഡയമീറ്റർ 70. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട്. അതിനത് ഈ ക്വാഡ്രന്റ് പോയിന്റ് എനിക്ക് ട്രാക്ക് ആവും. ട്രാക്ക് ആവുന്ന ക്വാഡ്രന്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, താഴേക്ക് ഡ്രാഗ് ചെയ്യുക, ഇങ്ങനെ വരിക, ഇവിടെ വരിക. ഇവിടെ ഒരു ഇൻഫറൻസ് ലൈൻസ് വന്ന കണ്ടോ? ആ ഇൻഫറൻസ് ലൈൻസിനെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വേണ്ടി ട്രാക്ക് ചെയ്യുക. ഇനി ആവശ്യമില്ലാത്ത പോർഷൻസ് ട്രിം ചെയ്ത് കളയുക. മാക്സിമം ഫുള്ളി ഡിഫൈൻഡ് ആക്കിയിട്ട് ട്രിം ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 60, അതായത് ഈ പോയിന്റ്, ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് 60 വരും. ഓക്കെ, ഫുള്ളി ഡിഫൈൻഡ് ആണ് സ്കെച്ച്. ഞാൻ ഓരോ ലൈനും ഓരോ സർക്കിളും ഓരോ ലൈനും വരയ്ക്കുമ്പം അതിനെ ഫുള്ളി ഡിഫൈൻഡ് ആക്കിയാണ് വരയ്ക്കാൻ നോക്കുന്നത് മാക്സിമം. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പെട്ടുപോകും. ഫുള്ളി ഡിഫൈൻഡ് ഏതാണ് അല്ലാത്ത ഏതാണെന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോവും ചില കേസുകളിൽ. എന്നിട്ട് അതിനെ ട്രിം ചെയ്തു. ആ ട്രിം ടൂൾ നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇപ്പം നിങ്ങൾ ട്രിമ്മിന്റെ അകത്തെ ഈ ഒരു സബ് ഓപ്ഷൻ മാത്രം ഒന്ന് നോക്കുക. പവർ ട്രിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഞാൻ യൂസ് ചെയ്തത്. ആ പവർ ട്രിം കൊണ്ട് ഇവിടെ 2 ഡ്രാഗ് ചെയ്ത് വിട്ടാൽ മതി. ഒന്നുകൂടെ കാണിച്ചു തരാം. അൺഡു, കൺട്രോൾ സെറ്റ് അൺഡു. ട്രിമ്മിനകത്ത് പോവുക, പവർ ട്രിമ്മിലേക്ക് മാറുക, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടായി പോകും. ഞാൻ ആവശ്യമുള്ള ഒരു സാധനം അറിയാതെ കട്ട് ചെയ്ത് കളഞ്ഞാൽ തിരിച്ചത് അവിടെ ഒരു യെല്ലോ ഡോട്ട്, റെഡ് ഡോട്ട് കണ്ടോ? ആ ഡോട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വന്നു. കണ്ടോ? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ട്രിം ചെയ്ത് കളയുക. ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഇവിടെ 10, ഇത് 50, 10, 10, 10, 50, 60. അപ്പം ബാക്കിയും 10. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഈ സെന്റർ റെക്റ്റാങ്കിൾ മെത്തേഡ്. സെന്റർ റെക്റ്റാങ്കിളാണ് ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 10, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 15. ഈ ഡിസ്റ്റൻസ് ആ ഡിസ്റ്റൻസ് 50. നോക്കട്ടെ ആവോ? ഇല്ല, ആയില്ല. എങ്ങനെയാ ഓവർ ഡിഫൈൻ ആവുന്നത്? ഓവർ ഡിഫൈൻഡ് ആവാ. ഇത് 15. നമ്മൾ ഈ 15 നമ്മൾ എങ്ങും പറഞ്ഞു കൊടുത്തില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. അല്ല, ഇതിനകത്ത് ഈ ഒരു ഫിഗറിന്റെ കുഴപ്പമുണ്ടോ? അത് കാര്യമൊക്കെ ഉണ്ടോ? മൈൻഡ് ചെയ്യണ്ട. കാരണം ഇത് കണ്ടോ, ഇവിടെ 2 ഡയമെൻഷൻ ഉണ്ട്. ഈ ഡിസ്റ്റൻസും കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഡിസ്റ്റൻസ് തനിയെ 6 ആയി. അതെങ്ങനെയാണെന്ന് ഒരു മിനിറ്റ് നോക്കട്ടെ. 6 ആവാൻ വേണ്ടി നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. undo.
ഇത് 10, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15. ഇപ്പോഴാണ് കറക്റ്റ് ആയത് കേട്ടോ. പിന്നെ ഈ ഡിസ്റ്റൻസും എല്ലാം ആവശ്യമുള്ള ഡയമെൻഷൻസ് തന്നെയല്ല, ഡിഫൈൻഡ് ആവില്ല. 15. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, റീബിൽഡ് കൊടുക്കുക. റീബിൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് റീഫ്രഷ് ചെയ്യും. റീഫ്രഷ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഓക്കെ ആവും. മാനുവലി നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അറിയാതെ ഓവർ ഡിഫൈൻഡ് ആയി പോയിന്നിരിക്കട്ടെ, ഇങ്ങനെ ഓവർ ഡിഫൈൻഡ് ആയി പോയിന്നിരിക്കട്ടെ. ഓവർ ഡിഫൈൻഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കെച്ച് എക്സ്പേർട്ട് എന്നൊക്കെ പറയണം, ഓട്ടോമാറ്റിക് ഡയഗ്നോസ് ചെയ്യാനുള്ള മെത്തേഡൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഓട്ടോമാറ്റിക് ഡയഗ്നോസ് ചെയ്യാതെ നമുക്കിത്, ഞാനിപ്പം ഈ യെല്ലോ കളറുള്ള ഡയമെൻഷൻസ് കണ്ടോ, ആ ഡയമെൻഷൻസിനൊക്കെ ആ യെല്ലോ കളറുള്ള ഡയമെൻഷൻസും റിലേഷൻഷിപ്പും കണ്ടോ, അവരാരോ ആണ് വിഷയക്കാര്. അതിലാരെങ്കിലും ഒരാൾ എടുത്ത് കളഞ്ഞാൽ ആ പ്രോബ്ലം തീരും. ഇപ്പൊ ഈ കേസ് ഞാൻ ചുമ്മാ ഈ 10 എടുത്ത് കളയുക, ആ 10 കളഞ്ഞു കഴിഞ്ഞപ്പോഴും ഫുള്ളി ഡിഫൈൻഡ് ആയി. അങ്ങനെ ഓവർ ഡിഫൈൻഡ് ആവാതെ നമ്മൾ വരയ്ക്കാൻ നോക്കണം മാക്സിമം. ഈ കേസിൽ ഞാൻ ആ 10 എടുത്ത് കളഞ്ഞപ്പം അത് വീണ്ടും ബാക്ക് ടു ഫുള്ളി ഡിഫൈൻഡ് ആയി. ഓക്കെ, അത് ആ ഒരു ഐഡിയ കിട്ടിയാ? ഓക്കെ, ആ ശരി. അപ്പൊ ഇതൊരു സിമ്പിൾ ഫിഗർ ആയിരുന്നു. ഈ ഒരു ഫിഗർ മേ ബി പാർട്ട് ഓഫ് ദിസ് സോളിഡ്, ഈ ഒരു സോളിഡിന്റെ പാർട്ട് ആയിരിക്കും. നമ്മൾ 2D വരച്ചുള്ളൂ. അതിങ്ങനെ എക്സ്ട്രൂഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഉപയോഗിച്ചാണ് നമ്മളിങ്ങനെ ഒരു 3D ആക്കി മാറ്റുന്നത്. ഇനി ഇവിടെ ഒരു ഫില്ലറ്റ് വേണമെങ്കിൽ നമുക്ക് ഫില്ലറ്റ് കൊടുക്കേണ്ട ഒരു ഫില്ലറ്റ് കൊടുക്കാം. അങ്ങനെ അങ്ങനെ പോകും. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, നമുക്കത് വഴിയെ 3D വരാം. ഓക്കെ, ഇനി അടുത്തത്, ഇനി കുറച്ചും കൂടെ ഒരു ലെവല് കോംപ്ലക്സിറ്റി കൂടിയ ഒരു 2D നമുക്ക് വരയ്ക്കാം. ഇത് ഇതിനകത്ത് തരുന്ന ഈ ഒരു ഫയൽ ഞാൻ ഷെയർ ചെയ്യാം. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ ഒരു വാല്യൂ അങ്ങ് അസ്യൂം ചെയ്യുക കേട്ടോ. മിസ്സിംഗ് ഡയമെൻഷൻസ് ചിലപ്പം കാണും, ചില ജോമെട്രി ചില മിസ്സിംഗ് ഡയമെൻഷൻസ് കാണും. അതുണ്ടെങ്കിൽ അസ്യൂം ചെയ്യുക വാല്യൂ കേട്ടോ. ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ആദ്യം വരച്ചൊരു ഫിഗർ ഇല്ലേ, ആ ഫിഗർ അങ്ങനെ തന്നെ വരയ്ക്കണമെന്നില്ല, വേറെ രീതിയിൽ വേണേൽ വരയ്ക്കാം. എനിക്കിത് ഞാൻ സ്കെച്ച് തുടങ്ങിയിട്ട് എനിക്കിത് ഇവിടെ നിന്ന് തുടങ്ങായിരുന്നു. ഈ പോയിന്റ് എനിക്ക് ഒറിജിനൽ ആക്കി തുടങ്ങായിരുന്നു വേണമെങ്കിൽ. വരച്ചു, ഇതിനെ വേർട്ടിക്കലാക്കി. അതൊക്കെ നമ്മുടെ യൂസറിന്റെ ഒരു ഇഷ്ടമാണ്. ഈ ലൈനും ഈ ലൈനും കൂടെ ഞാൻ ഈക്വൽ കൊടുത്തു. നേരത്തെ ചെയ്തത് എങ്ങനെയാന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഒരു ഫിക്സ് ആയിപ്പോയി, സോറി, ഫിക്സ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രെയിൻ ഉണ്ട്. ആ ഒരു കൺസ്ട്രെയിൻ മാക്സിമം സ്കെച്ചിൽ ഉപയോഗിക്കാതിരിക്കുക. നോക്കി, ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഫിക്സ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രെയിൻ കണ്ടോ, മേക്ക് ഫിക്സ്ഡ്. ഫിക്സ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ തന്നെ അത് ഫുള്ളി ഡിഫൈൻഡ് ആയിപ്പോ. ഞാൻ ഇത്ര സാധനത്തിൽ സെലക്ട് ചെയ്തിട്ട് ഫിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി ഡിഫൈൻഡ് ആയി. പക്ഷെ ഒരു ഡയമെൻഷൻസും കൊടുത്തിട്ടില്ല. കറണ്ട് പൊസിഷൻ ഏതാണോ, കറണ്ട് ഡയമെൻഷൻ ഏതാണോ, അവിടെ വെച്ച സാധനത്തിനെ അങ്ങ് ഫുള്ളി ഡിഫൈൻഡ് ആക്കും. അതിനെ അങ്ങോട്ട് കൺസ്ട്രെയിൻ ചെയ്യും ഫുള്ളി. അപ്പോൾ ആ ഫിക്സ് എന്ന് പറഞ്ഞത് കൊടുക്കാതെ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഇല്ല, വീണ്ടും കൺട്രോൾ ഇല്ല. നമ്മൾ റിലേഷൻഷിപ്പും ഡയമെൻഷൻസും കൊടുക്കുന്നത് നമ്മൾ ആ ഒരു 2D കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫിക്സ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഓക്കെ, നമ്മൾ എവിടെയാണോ, ഏത് ലൊക്കേഷനിലാണോ വരച്ചേക്കുന്നത്, ഏത് ഡയമെൻഷനിലാണോ വരച്ചേക്കുന്നത്, ആ ഡയമെൻഷനിൽ വെച്ചിട്ട് അങ്ങ് ലോക്ക് ചെയ്യും. ആ പൊസിഷനിൽ വെച്ച് ആ ഡയമെൻഷനിൽ അങ്ങോട്ട് ലോക്ക് ചെയ്തോളെ. സാധാരണ ഇന്നലെ നമ്മൾ സർക്കിൾ ഒക്കെ വരച്ചപ്പോൾ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ അതിന്റെ സെന്റർ പോയിന്റ്, എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, അതിന്റെ റേഡിയസ്, അങ്ങനത്തെ പല സാധനങ്ങളും പറഞ്ഞു കൊടുത്ത്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ചുമ്മാ ഫിക്സ്, മേക്ക് ഫിക്സ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, അത് ഡിഫൈൻഡ് ആയി. അപ്പൊ എന്താ കുഴപ്പം? അതിന്റെ എക്സിന് എത്രയാണ്, വൈന്ന് എത്രയാണ്, അതിന്റെ റേഡിയസ് എത്രയാണെന്നൊന്നും നമുക്കൊരു ധാരണയില്ല. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, ഞാൻ ഇനി ചെയ്തത് ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഈക്വൽ കൊടുത്തു.
ഈക്വൽ കൊടുക്കാൻ നേരത്ത് ഒരെണ്ണത്തിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, മറ്റേ ലെങ്ത് തനിയെ മാറിക്കോളും. കണ്ടോ, ഇത് ഞാൻ 30 കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ തനിയെ 30 ആയിക്കോളും. ഇപ്പൊ വേണ്ട 30 അല്ല 60. ഇനി അടുത്ത സർക്കിൾ ഇതിവിടെ, ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ സർക്കിൾ ഇവിടെ. ഇതിന്റെ റേഡിയസ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ടാൻജൻസി ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ടാൻജൻസി ഇല്ല. ശ്രദ്ധിച്ചോ? അവിടെ ടാൻജൻസി കൊടുത്തു നോക്കാം, ചിലപ്പോൾ ഓവർ ഡിഫൈൻഡ് ആവുമെന്ന് സംശയമുണ്ട്. ഇല്ല, ഓവർ ഡിഫൈൻഡ് ആയില്ല. ടാൻജൻസി വേണമായിരുന്നത് കൊടുത്തു. ഇനി ദി റേഡിയസ് 40, ഈ റേഡിയസ് 35. പിന്നെ ഇതിവിടെ ഒരു റെക്ടാങ്കിൾ. പിന്നെ ഇത് 15. ഇവിടം തൊട്ട് ഇവിടം വരെ 10. ഇത് പിന്നെ 15. ഇത് എത്ര? 50. ഉണ്ടോ? ഇങ്ങനെയും വരയ്ക്കാം. ഇത് രണ്ടും ഫുള്ളി ഡിപെൻഡ് ആണ്. ഒറിജിൻ നമ്മൾ 2 സ്ഥലത്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, കേട്ടില്ല ഓൾറെഡി? ഒന്നും പറയാ. ആ ആ അല്ല അല്ല അല്ല, ഞാൻ ആദ്യം വരച്ചപ്പം സെന്ററിലെ ആ സർക്കിളിന്റെ സെന്റർ പോയിന്റ് ആയിരുന്നു ഒറിജിൻ. രണ്ടാമത് വരച്ചപ്പോ ഒരു നമ്മുടെ ഇഷ്ടം, അത് നമ്മുടെ ഇഷ്ടം, അത് നമ്മുടെ ഇഷ്ടം. ഓക്കെ. പിന്നെ നിങ്ങൾ ഓരോരോ ഡ്രോയിങ് വരച്ച് അത് ഓരോ കേസ് സ്പെസിഫിക് ആയിട്ട് വരാം. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിന്റെ ആപ്ലിക്കേഷൻ, അത് ഒരു അസംബ്ലിയിൽ അത് എവിടെ വരുന്നു എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. മെജോറിറ്റി കേസിൽ നടുക്ക് കറക്റ്റ്, ഒറിജിൻ കറക്റ്റ് നടുക്ക് വരുന്നതാണ് ഒരു മെജോറിറ്റി കേസിൽ നല്ലത്. എന്നുവെച്ചാൽ അങ്ങനെ തന്നെ വന്നോ നിർബന്ധമൊന്നുമില്ല, വരുന്നത് നല്ലത്, അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഐറ്റം വരയ്ക്കാം. ഈ ഐറ്റം വരയ്ക്കാൻ നേരത്ത് ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പോയിന്റിനെ അങ്ങ് സെന്റർ പോയിന്റ് ആയിട്ട് അങ്ങ് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ലെങ്ത്, ഒരു ലെങ്ത് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലെങ്ത് ഉണ്ട്. ആ 2 ലെങ്ത് നമുക്ക് അറിയാവുന്ന ലെങ്ത് ആയതുകൊണ്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആക്കി അത് വരച്ചിട്ട് എനിക്ക് വരയ്ക്കാൻ നേരത്ത് ഇങ്ങനെ ആ കർസറിന്റെ സൈഡിൽ ആ ഒരു കൺസ്ട്രെയിൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് വെർട്ടിക്കൽ ആയിന്നാണ് അർത്ഥം, കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഡാമേജ് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് 50, ഇത് 50, ഇത് 100. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് ഈ ഒറിജിൻ അലൈൻ ആയിട്ട് വന്നു. പിന്നെ ഇങ്ങോട്ട് പോയി ഇവിടെ തിരിച്ചു വന്ന് ഇങ്ങനെ വന്ന് വീണ്ടും ഇതിന് അലൈൻ ആയിട്ട് നിന്ന് ആ ഒരു ഡോട്ടർ ലൈൻ ഒക്കെ ഞാൻ ഉപയോഗിക്കാം മാക്സിമത്തില്. അപ്പൊ നമുക്ക് റിലേഷൻസ് കൊടുക്കാൻ നേരത്തും ഡയമെൻഷൻസ് കൊടുക്കാൻ നേരത്തേക്ക് അത്ര എളുപ്പം ഉണ്ടായിരിക്കും. ആക്ച്വലി ഇത് ഇവിടം വരെ വരണമായിരുന്നു. ഞാൻ വരച്ചു വന്നപ്പോഴേ ഇനി ഇതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് എനിക്ക് ഇതും കൊളീനിയർ ആയിട്ട് നിൽക്കണം, ഒരേ ലൈനിൽ നിൽക്കണം. ഇതിനെ സെലക്ട് ചെയ്തു, കൊളീനിയർ, മേക്ക് കൊളീനിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ കൊളീനിയർ, അത് രണ്ടും അലൈൻഡായി ഒരേ ലൈനിൽ വന്നു. ഇത് ഇവിടെ തന്നേക്കുന്ന വാല്യൂസ് നമുക്ക് അറിയാവുന്ന വാല്യൂസ്, നോൺ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കൊടുത്തു വിടുക. 120,
ഇതും 120, ഇതും ഈക്വൽ. അത് ഞാൻ അസംഷൻ എടുത്താണ് കേട്ടോ. ഇത് നേരെ അലൈൻഡ് ആണെന്നുള്ള ഒരു അസംഷനിൽ അങ്ങ് എടുക്കുവാണ് ചെയ്തത്. ഡയമെൻഷൻസ് അപ്പം കൊടുത്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ ഫിഗർ ഡിസ്റ്റോർട്ടഡ് ആയി പോവും. ചിലപ്പം നമ്മുടെ കയ്യിൽ നിൽക്കില്ല, നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത രീതിയിലായി പോകും. ഇതൊന്നും വലിയ വിഷയമില്ല, ചിലതൊക്കെ നമുക്ക് ഒട്ടും മനസ്സിലാത്ത രീതിയിലായി പോകും. അപ്പം ഒരുപാട് ഫിഗറുകൾ വരയ്ക്കാതെ ഏറ്റവും മിനിമം ഫിഗേഴ്സ് ഉപയോഗിച്ചിട്ട് അതിനെ ഡയമെൻഷൻസ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എവിടെന്നെങ്കിലും കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു. ആ കിട്ടി. 140 മൈനസ് 100/2, 140 മൈനസ് 100/2. ഇവിടുന്നും ഞാൻ സെയിം ഡിസ്റ്റൻസ് ആണ് അസ്യൂം ചെയ്തു. അപ്പൊ എത്ര വരും? 40/2 20. ഇതും ഈക്വൽ എന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഇതും സെലക്ട് ചെയ്തു, ഒരു ഈക്വൽ കൺസ്ട്രെയിൻ കൊടുത്തു. അതുപോലെ ഇതും ഒരു ഈക്വൽ കൊടുത്ത്, ഇതും ഒരു ഈക്വൽ കൊടുത്ത്. അത്രയും ഈക്വൽ കൊടുത്തതൊന്നുമില്ല, ഒരൊറ്റ പ്രാവശ്യം ഡയമെൻഷൻ അപ്ലൈ ചെയ്താൽ മതി, ബാക്കിയെല്ലാം തനിയെ 20 ആയിക്കോളും അല്ലേ. ബാക്കി 4 തനിയെ 20 ആയി. ഇനി ഇതിന്റെ വാല്യൂ നമുക്കറിയാം, അത് 30. ഇനി കുറച്ച് ഫില്ലറ്റ് ചറവറ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. 10ന്റെ റേഡിയസ് കുറെ എല്ലായിടത്തും 10ന്റെ ഫില്ലറ്റ് വരുന്നുണ്ട്. ഫില്ലറ്റ് പോവുക, 10 എടുത്ത് ഇവിടെ കൊടുത്തു, ഒരു ഫില്ലറ്റ് ഇവിടെ, ഒരു ഫില്ലറ്റ് കൊടുത്തു ഇവിടെ. ആ ഫില്ലറ്റ് കൊടുത്തപ്പോൾ എന്തോ ഒരു വാണിംഗ് വന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ആ വാണിംഗ് ഞാൻ വായിച്ചു നോക്കില്ല, അറിയാതെ ഓക്കെ കൊടുത്തു. A segment being filleted has a midpoint. ഒരു ഈക്വൽ കൺസ്ട്രെയിൻ അവിടെ ഡിലീറ്റ് ആയി പോകും, മനസ്സിലായോ? നമ്മൾ ഒരു ഈക്വൽ കൺസ്ട്രെയിൻ കൊടുത്തില്ലേ, ആ ഈക്വൽ കൺസ്ട്രെയിൻ ബ്രേക്ക് ആയി പോകും എന്നാണ് അവർ പറയണേ. കുഴപ്പമില്ല, ഈക്വൽ നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ വിഷയമാവുമെന്ന് തോന്നുന്നു അല്ലേ. സെയിം സൈസ് ആവും, പക്ഷെ വാണിംഗ് ഓൾറെഡി വന്നു കഴിഞ്ഞു, കണ്ടില്ലായിരുന്നു ഞാൻ. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. കാരണം അത് അവിടെ ലെങ്ത് പോവുമല്ലേ, കുറയുമല്ലേ. ഞാൻ അത്ര ഓക്കെ ഇപ്പോ നോക്കാം. പക്ഷെ ആ വാണിംഗ് എസ് ഓർ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ. നോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആവും. എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും, എറർ വരും. എസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതിവിടെ കൊടുത്തു നോക്കാം. പറഞ്ഞ പോലെ ഇതിലും ഇക്വല് കൊടുത്ത കാരണം അത് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും കൂടെ കൊടുക്കാം. ലെങ്ത് ചേഞ്ച് ആയി, കാരണം എന്താണെന്ന് പറയട്ടെ, ഞാൻ ഇവിടെ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇവിടെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനും ഈ ലൈനും ഈക്വൽ ആയിരിക്കണം. പക്ഷെ ആക്ച്വലി ഫിഗറിൽ അങ്ങനെ ഒരു ലൈൻ അവിടെ ഇല്ല. നോക്കി, അവിടെ ഒരു ലൈൻ ഇല്ല. നമ്മളൊരു ലൈൻ വരച്ചിട്ട് ആ ലൈനുമായിട്ടാണ് ഈക്വൽ റിലേഷൻഷിപ്പ് കൊടുത്തത്. അപ്പൊ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു, ആ ലൈനെ അവിടെ വെക്കണം. സോഫ്റ്റ്വെയറിന് ഈക്വൽ റിലേഷൻഷിപ്പ് ഉള്ള കാരണം ലൈൻ അവിടെ വെക്കേണ്ട വന്നു. ഇത് ഞാൻ ഓഫ് ചെയ്യുവാണേ, റിലേഷൻഷിപ്പ് ഒക്കെ ഓഫ് ചെയ്യുവാണേ. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ ലൈൻ അവിടെ ഈക്വൽ റിലേഷൻഷിപ്പ് കൊടുത്ത കാരണം അവിടെ കളയാൻ പറ്റിയില്ല അതിന്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുവാണ്, ഞാൻ ആ ഈക്വൽ റിലേഷൻഷിപ്പ് എടുത്ത് കളയുക. അത് കളഞ്ഞത് കൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു കേട്ടോ. ഒന്ന് റീബിൽഡ് ചെയ്യട്ടെ. എന്നിട്ട് ഈ പാർട്ട് ഞാൻ ഒന്നും കൂടെ വരയ്ക്കാൻ പോവാം, ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും വരയ്ക്കാൻ പോവാം. പുതിയൊരു റൂൾ നമുക്ക് നോക്കാം. ഇവിടെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടേ. എക്സ്റ്റെൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ഇവിടെ ഇത് ഡിഫൈൻഡ് അല്ല. എനിക്ക് തോന്നുന്നത് അതിന് ടാൻജൻസി പോയോ എന്ന് സംശയമുണ്ട്. ടാൻജൻസി അല്ല, ലെങ്ത് ആണ് കുറഞ്ഞു പോയത്.
ഇതും കൂടെ ഇതും ഈക്വൽ ആയിട്ടിരിക്കട്ടെ. ഓക്കെ, ഇവിടെ ഈ അറ്റം ഡിഫൈൻഡ് അല്ല, ഞാൻ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചേക്കുക. എന്തിനാ അങ്ങോട്ട് ഡ്രാഗ് ചെയ്തെന്ന് പറയാം. ഇത് കണ്ടോ, ഈ ഒരു പോയിന്റ് എനിക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് ഇവിടെ പോയി ടച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ട്രിം ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. എക്സ്റ്റെൻഡ് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഇവിടെ വരെ ടച്ച് ചെയ്തു. അടുത്ത ഞാൻ ട്രിം എടുത്തിട്ട് ഇതിനെ ആവശ്യമില്ലാത്ത പോർഷൻസ് കളഞ്ഞു. നമുക്ക് അങ്ങനെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മുടെ ഫിഗറിന്റെ. ഇനി നമുക്ക് അവിടുന്ന് ഒരു ആർക്കും ലൈനും കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരുന്നു, ഇവിടെ നിന്ന് ഒരു ആർക്ക്, ഇവിടെ നിന്ന് വേറൊരു ആർക്ക്. ഓക്കെ, ഈ പോയിന്റ് ഇതിനെ കോയിൻസിഡന്റ് ആവണം, ഇത് രണ്ടും ടാൻജന്റ് ആവണം. ഇനി നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഒന്ന് അലൈൻ ആയിട്ട് നിൽക്കണം അല്ലെ. ഇത് രണ്ടും ഒന്ന് ഹൊറിസോണ്ടലി അലൈൻ ആയിട്ട് നിൽക്കണം. ഇത് രണ്ടും അലൈൻ ആയി നിന്നു. പിന്നെ ഈ പോയിന്റും ഈ ലൈനും സെയിം ആയിട്ട് നിൽക്കണം. അതിന് ഞാനൊരു കോയിൻസിഡന്റ് കൊടുക്കുക. അപ്പൊ അത് രണ്ടും വേർട്ടിക്കലി അലൈൻ ആയിരുന്നു. അങ്ങനെയല്ല നമ്മുടെ ഫിഗർ അങ്ങനെയല്ലായിരുന്നോ? ആ പോയിന്റും ഇതും അലൈൻ ആയിട്ടാണ് വരുന്നത്. കൊടുക്കണം. നമ്മൾ ആ ഏറെക്കുറെ ആ ഒരു ജോമെട്രി അതുപോലെ ആയി കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് വെച്ചു. ഇതിന്റെ റേഡിയസ് 10, ഇതും 10 ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 2 ഫില്ലറ്റ് വരുന്നുണ്ട്. ആ ഫില്ലറ്റും വിഷയമായിരിക്കും. കാരണം മറ്റേതുപോലെ തന്നെ ഒരു ഈക്വൽ ഇവിടെയും കിടപ്പില്ലേ, അതുകൊണ്ട് ആ ഫില്ലറ്റും വിഷയം. ഞാൻ അതിന്റെ കാര്യം ഓർത്തില്ല, അത് ഓർക്കാതെയാണ് ആ ഈക്വൽ അങ്ങ് കൊടുത്തത്. പെട്ടെന്ന് പരിപാടി നടക്കട്ടെ എന്ന് ഓർത്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ 2 ഫില്ലറ്റ് വരുന്നുണ്ട്. അവിടെ ഫില്ലറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു ആർക്ക് എടുത്ത് വരയ്ക്കുകയാണേ. ആർക്ക് എടുത്ത് ഒരു ടാൻജൻസി കൊടുത്ത് വരയ്ക്കുക. ടാൻജൻസി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ആയി. കുറെ കൺസ്ട്രെയിൻസ് പോയല്ലോ. ഒന്ന് റീബിൽഡ് കൊടുക്കുകയാണ് കേട്ടോ. റീബിൽഡ് കൊടുത്ത് ഒന്നും കൂടി ഞാൻ സ്കെച്ചിനകത്ത് കയറി. ഇവിടെ വിഷയം പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് കണ്ടോ, ആ പോയിന്റിന്റെ ലൈൻ പോയി അവിടെ ഫില്ലറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ. അപ്പോ ആ ഡയമെൻഷൻ കൊടുക്കാൻ നേരത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറിലേക്ക് കൂടി ഡയമെൻഷൻ കൊടുത്താൽ മതി. സ്മാർട്ട് ഡയമെൻഷൻ എടുത്തു, ഇതിനെ സെലക്ട് ചെയ്തു, ഈ പോയിന്റ് സെലക്ട് ചെയ്തു, 120. ഇതിന്റെ റേഡിയസ് ഇല്ല. ഓക്കെ, നമുക്കിനി ഇതുപോലെ തന്നെ ഇവിടെയും ഒരെണ്ണം വരുന്നുണ്ട്. ആർക്ക്, ടാൻജന്റ് ആർക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ.
ചെയ്യാം ചെയ്യാം, പക്ഷെ ഇവിടെ കറക്റ്റ് സെന്റർ പോയിന്റ് ഏതാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കറക്റ്റ് സെന്റർ പോയിന്റ് ആണോ ഇതിപ്പം? ഇത് ഈ 120 പകുതിയാണോ, 120 പകുതിയാണോ, അതോ മൊത്തം ആ ഒരു 170 200ന്റെ പകുതിയാണോ എന്നൊന്നും ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ തെറ്റൊന്നുമില്ല. ആ മതി മതി മതി, നമ്മൾ മിറർ ടൂൾ ഒന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പോരാ. നമ്മൾ മിറർ പറഞ്ഞിട്ടില്ല, സെന്റർ പോയിന്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ശരിക്കും മിറർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫിഗർ വരയ്ക്കാൻ കുറേ കൂടി എളുപ്പമാണ്. മിറർ ഇതൊക്കെ മിറർ അടിച്ചാൽ മതി, ഇവിടെയൊക്കെ മിറർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ടൂൾസ് കൊണ്ട് മാത്രം വരയ്ക്കണം. പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എത്ര നമ്മുടെ ആവശ്യം പോലെ മിറർ ഉപയോഗിച്ചു. കുറച്ച് ഇതേപോലെ റിലേഷനിന്റെ സിമ്പിൾ കുറെ അവിടെ കുറച്ച് കാണുന്നേ ഉള്ളൂ, ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതല്ലാതെ വേറെ വിഷയമൊന്നും വരില്ല. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 30, പിന്നെ ഇവിടെ ഒരു 10, വേറൊരു 10, ഈ പോയിന്റും ഇതും അതിന്റെ ആവശ്യമില്ല. ഇത് രണ്ടും 10 കൊടുത്തപ്പോൾ തന്നെ നാച്ചുറലി ഇത് രണ്ടും അലൈൻഡ് ആയി, അതുകൊണ്ടാണ് അതിന്റെ ആവശ്യം വരാൻ കേട്ടോ. പിന്നെ നമുക്ക് ഈ ലെങ്ത് ഇവിടെ തൊട്ട് ഇവിടം വരെ 120, ഇവിടം തൊട്ട് ഇവിടം വരെ 120. പിന്നെ ഈ പോയിന്റും ഈ ലൈനും കോയിൻസിഡൻസ് ഡിഫൈൻഡ് ആയി. പിന്നെ ഇതിനെ ട്രിം ചെയ്ത് കളയാം. ഈ ട്രിം ചെയ്ത് എന്തെങ്കിലും വിഷയമാണെങ്കിൽ അതിന് ഡോട്ടർ ലൈൻ ആക്കി മാറ്റാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാല് തുടക്കത്തിലെ തന്നെ കുറച്ച് എളുപ്പവഴി നോക്കി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയായിരുന്നെങ്കിൽ ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ഉള്ള ഫിഗർ അല്ല ഇത് കേട്ടോ. നമ്മൾ ആ 4 ഈക്വൽ അങ്ങോട്ട് ഒരുമിച്ച് കൊടുത്തതാണ് പറ്റിപ്പോയത്. ഇനി ഇവിടെ നോക്കി, ഒരു 20x40 റെക്ടാംഗിൾ വിത്ത് 10 ഫില്ലറ്റ്സ്. 20x40 റെക്ടാംഗിൾ, 20x40 ഫില്ലറ്റ് 10. ഈ ഡിസ്റ്റൻസ് ഞാനൊരു 10 ആയിട്ട് അസ്യൂം ചെയ്യുവാണേ. ഈ ആർക്കിന്റെ എൻഡിലേക്ക് വന്ന് നിൽപ്പുണ്ട് എന്നുള്ളൊരു അസംഷനിലേക്ക് എടുക്കുക, വേറെ ഡയമെൻഷൻസും തരാത്ത സ്ഥിതിക്ക്. ഇവിടെ ഇങ്ങോട്ട് 10. പിന്നെ ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ടോ? ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഞാൻ 10 ആയിട്ട് അസ്യൂം ചെയ്യുക. വേറെ ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല, വേറെ ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഇനി നിങ്ങൾ നേരത്തെ വെച്ച മിറർ നമുക്ക് പറയാം. മിറർ എന്ന് പറഞ്ഞൊരു ടൂള് ചെയ്യുന്നത് ആക്ച്വലി എന്താ, ഒരു ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് ആണെങ്കിൽ, ഇപ്പോ ഇതിന്റെ കറക്റ്റ് ഒരു മിറർ ഇമേജ് ആണ് ഈ കിടക്കുന്നത്. ഈ കേസിൽ നമുക്ക് പിന്നെയും പറയാം കറക്റ്റ് ഈ 50 ഈ ഒരു 100ന്റെ നടുക്കൂടിയാ പോകുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് മിറർ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു സെന്റർ ലൈനാണ്. അതായിരിക്കും ഒരു മിററിംഗ് ലൈനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ സെന്റർ ലൈൻ എനിക്ക് കിട്ടും. അതിന്റെ സെന്റർ ലൈൻ ഇവിടെ വരച്ചു, അത് മിറർ ചെയ്യാൻ വേണ്ടി വരച്ചേക്കുന്നതാണേ. റെഫറൻസ് ലൈൻ ആയിട്ടാണ് വരച്ചത്, സെന്റർ ലൈൻ ആയിട്ടാണ് വരച്ചത്. എന്നിട്ട് മിററിനകത്ത് പോവുക, ഇൻഡിറ്റീസ് ടു മിറർ ആയിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് കർസർ ഇതിന് അടുക്കോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് മൊത്തത്തിൽ സെലക്ട് ആവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ അടുക്കോട്ട് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് സെലക്ട് ആയി.
എന്നിട്ട് നമ്മൾ മിററിൽ പോവാ, ഇത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ എടുക്കുക. ആ മിററായി. മിറർ ആയപ്പോഴും വേറെ എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ടല്ലോ. ഓവർ ഡിഫൈൻ ആവാൻ എന്തോ കാരണങ്ങൾ പറയുന്നുണ്ട് അവര്. Mirror about it is. ഇവിടെ ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻസ് ഒന്ന് ഷോ ചെയ്ത് വെക്കുവാണേ. എനിക്ക് ഡയമെൻഷനും റിലേഷനും കാണണം. അതിൽ ഡയമെൻഷനും ഇവിടെ ഈ ഒരു 10 അല്ലെങ്കിൽ ഈ ഒരു 10 രണ്ട് 10 വേണ്ട എന്നാണ് പറയുന്നത്. ഇല്ല, 10ന്റെ അല്ല, അൺഡു ചെയ്ത് അടുത്തൊരു ടൂൾ നിങ്ങൾ നോട്ട് ചെയ്തോ, സ്കെച്ച് എക്സ്പെർട്ട്. സ്കെച്ച് എക്സ്പെർട്ട്, ഹലോ, സ്കെച്ച് എക്സ്പെർട്ട്. സ്കെച്ച് എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫിഗറുകൾ ഓവർ ഡിഫൈൻഡ് ആയി കഴിഞ്ഞാൽ, ഓവർ ഡിഫൈൻഡ് ആയ ഫിഗേഴ്സിനെ നമുക്ക് തനിയെ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ കുറച്ച് സമയം എടുക്കും. എനിക്കിപ്പം ഇവിടെ ഈ ഒരു കോയിൻസിന്റെ എടുത്ത് കളഞ്ഞാല്, അല്ലെങ്കിൽ ഈ ഒരു മിററിംഗ് കൺസ്ട്രെയിൻ, ആ ഒരു കൺസ്ട്രെയിൻ എടുത്ത് കളഞ്ഞാൽ മതി. നോക്കി, ആ മിററിംഗ് കൺസ്ട്രെയിൻ കണ്ടോ, അത് നമുക്ക് യൂസ് ചെയ്ത് കുറെ സാധനങ്ങൾ യെല്ലോയാ, ഒരു റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അൺഡിഫൈൻഡ് ആയിട്ടുള്ളതും കുറെ എററുകൾ വഴി കാണിച്ചു തരുന്നുണ്ട്. അവർ തന്നെ കുറെ സജഷൻസ് പറയുന്നുണ്ട്, ഇവിടെയൊക്കെ സജഷൻസ് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, നമുക്ക് എനിക്കിപ്പോ യൂസ് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഈ ഒരു മിറർ എടുത്ത് കളഞ്ഞപ്പോ അത് ഫുള്ളി ഡിഫൈൻഡ് ആയി, അല്ലെങ്കിൽ അണ്ടർ ഡിഫൈൻഡ് ആയി. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ, എപ്പോഴും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്കെച്ച് എക്സ്പെർട്ട്. അതിന് ചെയ്യേണ്ടത്, ഇവിടെ ഈ ഓവർ ഡിഫൈൻഡ് കണ്ടോ, ഈ ഓവർ ഡിഫൈൻഡ് പിടിച്ച് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ സ്കെച്ച് എക്സ്പെർട്ട് വരും. സ്കെച്ച് എക്സ്പെർട്ടിനകത്തോട്ട് പോയിട്ട് മാനുവൽ റിപ്പയർ ചെയ്യാം, അത് നമ്മളിപ്പോൾ ചെയ്ത പോലെ കണ്ടുപിടിച്ച് കളയണം. അതല്ലെങ്കിൽ ഇവിടെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ തനിയെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും. ഇപ്പൊ ഫൈൻഡിങ് സൊല്യൂഷൻസ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, കാരണം ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അതിനകത്ത് വേണ്ട സൊല്യൂഷൻ ഏതാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. നാൽപ്പത്തിമൂന്ന് സൊല്യൂഷൻ അവർ പറയുന്നത്, കാണാവോ, കണ്ടോ? ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സിമിട്രി നമ്മൾ മിറർ ചെയ്തില്ലേ, മിറർ ചെയ്യാൻ ഒപ്പം വരുന്ന ഒരു റിലേഷനാണ് സിമിട്രി, അത് കളയാം. അതല്ലെങ്കിൽ ഈ ടാൻജൻസി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓവർ ഡിഫൈൻഡ് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഈക്വൽ റേഡിയസും ടാൻജന്റും കളയാം. അപ്പോൾ നമുക്ക് വേണ്ടത് തോന്നുന്നത് ഇതല്ല, ഇത് കളഞ്ഞാൽ ഇവിടെ ഇത് അണ്ടർ ഡിഫൈൻഡ് ആയി പോകും. അപ്പൊ അങ്ങനെ അണ്ടർ ഡിഫൈൻഡ് ആവാത്ത ഏതെങ്കിലും ഒരെണ്ണം, അത് ആദ്യം രണ്ടാമത് കാണിച്ച ആ ഒരു ടാൻജൻസി, ഈ ടാൻജൻസിയോ അല്ലെങ്കിൽ ഈ സിമിട്രിയോ, ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച തന്നെയാണ്. ഈ സിമിട്രി അങ്ങോട്ട് എടുക്കുക, അക്സെപ്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ആ ഫിഗർ പോയി, അത് ഇപ്പൊ അത് ഫുള്ളി ഡിഫൈൻഡ് ആയി. ഓക്കെ, ഫുൾ ബ്ലാക്ക് അല്ലേ നമുക്ക് കാണുന്നത്. ഇനി ഇതിന്റെ അടുത്ത പാർട്ട് എന്ന് വെച്ചാൽ ഒരു റെക്ടാങ്കിളാ. കറക്റ്റ് ഈ സെന്ററിൽ ഞാനൊരു സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ എടുത്തിട്ട് ഇവിടെ വരയ്ക്കുന്നു. ഇരുപതും തമ്മിൽ കൊളീനിയർ കൊടുക്കുക. കൊളീനിയർ എടുത്തില്ലല്ലോ, നമ്മൾ ഒരു 3D വരയ്ക്കുന്ന സമയത്ത്
ഏഹ് ഇത്രയും 2D ഒരുമിച്ച് വരയ്ക്കേണ്ട കേസ് വളരെ റെയർ ആയിട്ടേ വരുള്ളൂ. ഏഹ് വന്നു കഴിഞ്ഞ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം, എന്തുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് വരാം. കൊളിനിയർ കൊടുത്തിട്ട് എറർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഡയമെൻഷൻ കൊടുത്ത് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10, പിന്നെ ഇത് 40, ഈ ഡിസ്റ്റൻസ് എത്ര പറയുന്നുണ്ടല്ലോ, അത് പറയുന്നില്ല. ആ ഒരു വാല്യൂ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് 20 അസ്യൂം ഒരു 15 അസ്യൂം ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കിവിടെ 3 സർക്കിൾ വരുന്നുണ്ട്. ആ സർക്കിള് ഈ ക്വാഡ്രന്റ് ടു ക്വാഡ്രന്റ് 10 ആണ്. ഈ ക്വാഡ്രന്റിൽ നിന്ന് ഈ എൻഡിലേക്ക് വേറെ 10 ആണ്. റേഡിയസ് 10. സർക്കിള് പോയി ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10. ഒരു ഈക്വൽ റേഡിയസ് കൊടുക്കുവാണേ. ഈക്വൽ കൊടുത്തു, ഇതും അടുത്ത ഈക്വൽ കൊടുത്തു. ഇത് 10. ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ 10 ഡയ, എല്ലാ 10 റേഡിയസ് ആണ്. അപ്പൊ 20 ഡയ. ഓക്കെ, ഇനി നമുക്ക് തന്നേക്കുന്ന ഒരു ഡിസ്റ്റൻസ് വെച്ചാൽ ഈ ക്വാഡ്രന്റിന് ഈ ക്വാഡ്രന്റിലേക്കുള്ള, നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻ എടുത്ത് ആ ക്വാഡ്രന്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഡോട്ട് ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡോട്ട് ലൈൻ, ഹൊറിസോണ്ടൽ ആയിട്ടൊരു ഡോട്ട് ലൈൻ വരച്ചു. അടുത്ത ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്തൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡോട്ട് ലൈൻ വരച്ചു. ഇങ്ങോട്ട് ഇറങ്ങി പോകേണ്ട നോക്കിയേ, ഇത് ബ്ലാക്ക് ആയി, അത് ബ്ലാക്ക് ആവും. കാരണം ആ സർക്കിൾ മാത്രം നമ്മൾ ഈ സെന്ററിലേക്ക് വരച്ചേക്കുന്നത്. അപ്പൊ ആ സർക്കിളിന്റെ സെന്റർ പോയിന്റ് ഫിക്സ്ഡാ, ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് ഫിക്സ്ഡ് അല്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് പറയുന്നുണ്ട് 10. ഇനി പറയുന്നത്, ഇനി നമുക്ക് വേണ്ടത് ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അതിന് പകരം തന്നേക്കുന്നത് നോക്കി, ഈ 10 തന്നിട്ടുണ്ട്, ഇതിന്റെ റേഡിയസും 10. അപ്പൊ ആ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 20. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 20. ഓക്കെ, ഇതും വേർട്ടിക്കലായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും കൂടി ഞാൻ വേർട്ടിക്കൽ കൊടുക്കുക. ഓക്കെ, ഇല്ല, അതും വേർട്ടിക്കൽ ഇല്ല. ഈ സെന്റർ പോയിന്റും വേർട്ടിക്കലി അലൈൻഡ് ആയിരിക്കണം. ഈ സെന്ററിലേക്ക് എത്ര ഡിസ്റ്റൻസ് കാണും? 10, 10, 10. അപ്പൊ ടോട്ടൽ 30. അതുപോലെ തന്നെ ആയിരിക്കണല്ലോ ഇവിടെ. ഈ സെന്ററിൽ നിന്ന് ഈ സെന്ററിലേക്ക് 30. ഇങ്ങനെ വരച്ചു. ഓക്കെ, അങ്ങനെ സെന്ററിലും കുറച്ച് വരുന്നുണ്ട്, നമുക്ക് അതും വരയ്ക്കാവുന്ന, അത് വിഷയമില്ല. റെക്ടാംഗിൾ ഫില്ലറ്റ്, ഇവിടെയാണ് റെക്ടാംഗിൾ ഫില്ലറ്റ്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യുവാണേ, അതൊരു 3Dയുടെ ഭാഗമാക്കി മാറ്റുക. ഇത് ഇങ്ങനെ ഒരു 3Dയുടെ ഭാഗമാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾക്ക് ഒരിക്കലും ഇത്രയും, തുടക്കത്തിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരിക്കലും നമുക്ക് ഇത്രയും 2D ഒരു ബേസ് ഫീച്ചർ ആയിട്ട് വരയ്ക്കേണ്ട വരില്ല, ഒരു ബേസ് സ്കെച്ച് ആയിട്ട് വരയ്ക്കേണ്ട വരില്ല. വരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ടൈം എടുക്കും. നമ്മൾ അതിന് പകരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. എന്താന്ന് പറയാമോ? നിങ്ങൾ ക്രിയോ പഠിച്ചവരല്ലേ? എക്സ്ട്രൂഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. ആദ്യം ഇതിന്റെ ഔട്ടർ മാത്രം ഉണ്ടാക്കുക, എന്നിട്ട് ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് കളയുക. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം എങ്ങനെ ഉദ്ദേശിക്കുന്നത്, എന്താ ഉദ്ദേശിച്ചത്. സ്കെച്ച് പോവുക,
ഇത് നമുക്ക് വേറെ രീതിയിൽ വരയ്ക്കാം. ഇതേ ഫിഗർ തന്നെ വേറെ രീതിയിൽ വരയ്ക്കാം. പാറ്റേൺ ഒക്കെ ചെയ്യാം. നമ്മൾ അതൊന്നും പറയാത്തോണ്ടാണ് ഇത് റെക്കോർഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലാസ്സിൽ കുറച്ച് കൊടുക്കാനുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പറയാത്ത ടൂൾസ് ഉപയോഗിക്കാത്ത മാക്സിമം. പാറ്റേൺ ഒക്കെ ചെയ്യാം. പാറ്റേൺ ചെയ്യാം, കോപ്പി ചെയ്യാമായിരുന്നു, ഇഷ്ടം പോലെ പരിപാടി ഉണ്ടായിരുന്നു. ഇത് ഈ വീഡിയോ റെക്കോർഡഡ് വീഡിയോയെ അത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും തരാം, അതിന്റെ ലിങ്ക് തരാം. റീവാച്ച് ചെയ്യണമെങ്കിൽ. അപ്പൊ നേരത്തെ അതുകൊണ്ടാണ് നമ്മള് കുറെ ടൂൾസ് നമ്മൾ ഉപയോഗിച്ചില്ല. മിററൊക്കെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഉപയോഗിക്കാനും. അതുകൊണ്ടാണ് ഇത് 50, ഇത് 50, ഈ വാല്യൂ 100. ഈ പ്രാവശ്യം ചെയ്യപ്പോ നേരത്തെ ചെയ്തപ്പോ ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യാൻ നോക്കി. അതുകൊണ്ടാണ് കുറച്ചും സമയം എടുത്തത്. നമുക്ക് അതിന്റെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇങ്ങനെ പാർട്ടായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്ര നല്ലതാ എപ്പോഴും. ഓക്കെ, ഇവിടെ ഒരു ഫില്ലറ്റ് 10. ആ 100 ഞാൻ കൊടുക്കുന്നത് ഈ പോയിന്റിൽ നിന്ന് കൊടുക്കുവാണ് കേട്ടോ. അതൊക്കെ നമുക്ക് കുറച്ച് ഉപയോഗിച്ച് കഴിയാൻ നേരത്ത് മനസ്സിലാവുന്ന സാധനങ്ങൾ. അങ്ങനെ പോയിന്റിൽ നിന്ന് എന്തുകൊണ്ടാണ് കൊടുത്തതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കുറച്ച് യൂസ്ഡ് ആയി കഴിയുമ്പോൾ സോഫ്റ്റ്വെയർ ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതും കൂടെ ഞാൻ ഒരു ഹൊറിസോണ്ടൽ കൊടുക്കുക. നോക്കി, ആ ഹൊറിസോണ്ടൽ കൊടുത്തപ്പോൾ തന്നെ അത് ഡിഫൈൻഡ് ആയത് കണ്ടോ. ആ പോയിന്റും ഈ പോയിന്റും ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ അത് ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം, എങ്ങനെ വേണേ ആവാം. അതൊരു സെമി സർക്കിൾ പോലെ, അല്ലെങ്കിൽ ഒരു 1/4 ഓഫ് എ സർക്കിൾ പോലെ നിൽക്കണമെങ്കിൽ, ഒരു ക്വാഡ്രന്റ് പോലെ നിൽക്കണമെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ കൊടുക്കണം. അപ്പോഴാണ് അതൊരു 1/4 സർക്കിൾ ആയത്. എനിക്ക് ഡി ലൈൻ ആവശ്യമില്ല. ആ ലൈൻ കളഞ്ഞപ്പോഴും ഈ 50 അവിടെ നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ സെന്റർ, ഈ എൻ പോയിന്റിൽ നിന്ന് കൊടുത്തത്. മനസ്സിലായോ? ആ ലൈനിൽ നിന്ന് കൊടുക്കുവാണെങ്കിൽ ചിലപ്പം 50 ചിലപ്പം പോയേനെ. കിട്ടിയോ? ഇത് ഇവിടെ ഒരു ശ്രദ്ധിച്ചോ, ആ നേരത്തെ കിടന്ന ലൈനിന്റെ എൻ പോയിന്റോ ഏതോ ഒരു ഒബ്ജക്റ്റിന്റെ എൻ പോയിന്റ് കിടപ്പുണ്ട്. അപ്പൊ അത് അങ്ങനെ വരുന്ന പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് എടുത്ത് കളഞ്ഞേരം അപ്പൊ തന്നെ. കാരണം അങ്ങനെ പോയിന്റ് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാണിച്ചാലും ഇവിടെ അണ്ടർ ഡിഫൈൻഡ് എന്നേ കാണിക്കുള്ളൂ, ഫുള്ളി ഡിഫൈൻഡ് എന്ന് കാണിക്കില്ല. ഇതേപോലെ ചില പോയിന്റുകൾ ഉണ്ടെങ്കിൽ. ഇതും കൂടെ ഹൊറിസോണ്ടലി അലൈൻഡ്. റേഡിയസ് ഞാൻ ഈ വരയ്ക്കുന്നത് തന്നെ ആവണമെന്നില്ല. ഇതിനേക്കാളും ഒരുപാട് എളുപ്പം മെത്തേഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ഓരോ രീതി ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്ന രീതിയിൽ അങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇത് 20. അതുപോലെ ഇത് 120. ഇത് നോക്കിയേ, ഇത് എന്താണ് 120 കൊടുത്ത് 20 കൊടുത്ത് ഡിഫൈൻ ആവാത്തതിന്റെ കാര്യം മനസ്സിലായോ? ഇവിടെ ഹൊറിസോണ്ടൽ ഇല്ല. ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാം. ഹൊറിസോണ്ടൽ വന്നില്ല, ഓട്ടോമാറ്റിക് വന്നില്ല. രണ്ടാമതൊരു ഹൊറിസോണ്ടൽ പറഞ്ഞു കൊടുത്തു. സോറി, ഹൊറിസോണ്ടൽ അല്ല, വേർട്ടിക്കല്. ഈ 120 ഞാൻ ഇപ്പം കൊടുക്കുന്നില്ല. ഈ 120 ഇവിടെ ഒരു ഫില്ലറ്റ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ടാൻജന്റ് ആർക്ക്. ഓർത്തോ മോഡാണ് ഉദ്ദേശം. ഓർത്തോ മോഡ് അങ്ങനെ ഒരു സംഭവം നമുക്കിവിടെ ബൈ ഡിഫോൾട്ട് ഉണ്ടല്ലോ. ഇത് ഇങ്ങനെ വരയ്ക്കാൻ നേരത്ത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് പെർപെൻഡിക്കുലർ അല്ല. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ നേരത്ത് നോക്കി, ആ പെർപെൻഡിക്കുലർ ഒരു ചെറിയ സ്നാപ്പും ഉണ്ട്. ആ കർസറിന്റെ
ആ, അതല്ലാതെ ഓട്ടോമാറ്റിക് തനിയെ കൺസ്ട്രെയിൻ വിട്ടു കൊടുക്കാനാ. വേർട്ടിക്കലും ഹൊറിസോണിന്റെ കേസിൽ നമ്മൾ വരയ്ക്കുമ്പോ തന്നെ ഇത് വേർട്ടിക്കൽ, ആ കർസറിന്റെ സൈഡിൽ വേർട്ടിക്കൽ സിമ്പിൾ കണ്ടോ, അത് വരുന്ന സമയത്ത് നമ്മൾ വരച്ചാൽ ഓട്ടോമാറ്റിക് അവിടെ കൺസ്ട്രെയിൻ വന്നു, വേർട്ടിക്കൽ വന്നു. ഓക്കെ, അത് വരുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ, അവിടെ തന്നെ ഉണ്ട്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് 120. ഡിഫൈൻഡ്, ഓരോ സ്റ്റെപ്പിലും ഡിഫൈൻഡ് ആയിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക. പിന്നെ രണ്ടാമത് ഡിഫൈൻ ആക്കാൻ വേണ്ടി ടൈം കളയാൻ നിൽക്കുന്നില്ല. horizontal, ഈ പോയിന്റും ഈ ലൈനും കൊളീനിയർ ആയിരിക്കണം. ഓക്കെ, കൊളീനിയർ കൊടുത്തു. ഇവിടെ നിന്ന് മുകളിലേക്ക് അതിന്റെ ഡിസ്റ്റൻസ് 100. 100 എന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 30 ഉണ്ട്, അത് കൊടുത്തിട്ട് നമുക്ക് പോകാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 30, ഇവിടെ ഒരു 10ന്റെ ഫില്ലറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ, അത് ഇതിന് നേരെ വരുമ്പം വരയ്ക്കണം അല്ലേ. ഇവിടെ ഒരു ഫില്ലറ്റ്, ഇവിടെ ഒരു ഫില്ലറ്റ്, ഇവിടെ ഒരു ഫില്ലറ്റ്. ഇത് വിഷയമാവുമെന്ന് സംശയമുണ്ടോ, എന്ന് നോക്കാം. നേരത്തെ പോലെ തന്നെ ഇപ്പോൾ ലൈൻ ഇല്ലാതെ ആവും ചിലപ്പോൾ. കണ്ടിന്യൂസ്, അതെ, കാണിച്ചു തരാം, ഒന്നും കാണിക്കാം. ഫില്ലറ്റ് ഇവിടെ എടുത്തു. ഇവിടെ നമ്മൾ സാധാരണ ഒരു പോയിന്റ് പറഞ്ഞതിന് പകരം ഇവിടെ 2 പോയിന്റ് പറഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ, 2-3 പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഇനി ഇതും ഈ പോയിന്റും കൊളീനിയർ ആവണം. എനിക്ക് സംശയമുണ്ട് അത് വർക്കൗട്ട് ആവുമെന്ന്. ഇതും, കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇത് ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടല്ല, ഈ പോയിന്റുമായിട്ട് ഒരു കോയിൻസിഡൻസ്. എനിക്ക് തോന്നി അത് എററാ. കാരണം അങ്ങനെ ചെയ്യാൻ നേരത്ത് ഈ ലൈന് 0 ലെങ്ത് ആയി പോകും. അതാണ് വിഷയം. അതാണ് ഇൻവാലിഡ് ജോമെട്രി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. അതെ, 0 ലെങ്ത്. The sketch has not been updated because solving it would result in invalid geometry such as 0 length. അത് ഈ ലൈന് 0 ലെങ്ത് ആയി പോകും എന്നുള്ളതാണ് വിഷയം. ആ 2 പോയിന്റുകൾ എടുത്തിട്ട് മെർജ് ചെയ്ത്, ഇപ്പൊ അങ്ങനെ ഒരു ലൈൻ ഇല്ല. ഒന്നുകൂടെ നോക്കാം. ഇതും ഇതും കോയിൻസിഡൻസ്. ഈ പ്രാവശ്യം അത് ഓക്കെ. ഇവിടെ ഒരു ടാൻജൻസി വേണേ, ഇത് തമ്മിലൊരു ടാൻജൻസി വേണം. ടാൻജൻസി റേഡിയസ് 10. റേഡിയസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഈ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് വരാൻ ഞാൻ. പിന്നെ എന്താ നമുക്ക് ഉള്ളത്, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, 120. ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് വന്നു.
ഇത്രയും വരച്ചാൽ മതി. ഇത്രയും വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊരു സോളിഡ് ആക്കി കഴിഞ്ഞിട്ട് അതിന് കട്ടൊക്കെ ഇടാം. ഓക്കെ, സോളിഡ് ആക്കുന്നതും കട്ടിടുന്നതും ഒക്കെ നമുക്ക് വഴിയെ വഴിയെ പിടിക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ സ്കെച്ച് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സെയിം അല്ല, സെയിം എന്ന് വെച്ചാൽ സെയിം അല്ല. നമ്മൾ തൊട്ട് മുമ്പ് വരച്ചപ്പോഴേക്കാളും ഒരുപാട് പെട്ടെന്ന് ഇത്ര സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയില്ലേ. ഇതിനകത്ത് കുറെ ലൈൻസും സർക്കിളും ആർക്കും ഒക്കെ ഉള്ള കാരണം ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് വരയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചാലും മതി എന്ന് പറഞ്ഞത്. മറ്റേപാട് വരയ്ക്കാമെങ്കിൽ വരച്ചോ, കുഴപ്പമൊന്നുമില്ല. മറ്റേപാട് വരയ്ക്കാൻ അതുകൊണ്ട് പറഞ്ഞു, അല്ലാതെ അങ്ങനെ ചെയ്യണമെന്നൊരു നിയമമൊന്നുമില്ല. ആ ഒരു ഫിഗറിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ഫിഗർ തന്നേക്കുന്നത് ഒരു 3D ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ. ഇതേപോലെ ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ എന്തിലൊക്കെ ആയിരിക്കാം ഇത്. ആ ഒരു അസംഷനിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോഴും അത് ക്ലിക്ക് ആയില്ലെങ്കിൽ നമ്മൾ പതുക്കെ 3D വരാൻ നേരത്ത് അത് മനസ്സിലാവും. ഇപ്പം ആ ഒരു 2D സ്കെച്ചസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉള്ള രീതിയിൽ മാത്രം ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ തരാം, നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ അടുത്ത ദിവസം ചോദിക്കുക.